പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവേ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നത പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം സുഖമാക്കുന്നതിന് സമയമെടുക്കുന്നില്ല എന്നോർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും
സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിധവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും, നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും, ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ലാസ്റ്റായിട്ട്, അവസാനമായിട്ട്, വിശ്വാസ വളർച്ചയുടെ 10 ദിവസത്തിൻ്റെ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. നമുക്ക് 2 10:1-5-7 ഒരിക്കൽ കൂടി വായിക്കാം. ഇക്കാരണത്താൽ നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും. ഇതുവരെ അപ്പൊ ജ്ഞാനത്തെ ആത്മസംയമനമാണ്. കാര്യം എന്താ കാര്യം? ജ്ഞാനം അഹങ്കാരം ജനിപ്പിക്കുന്ന കാരണം അതിനെ അതിജീവിക്കണമെങ്കിൽ ജ്ഞാനമുള്ളവർക്ക് എന്ത് ചെയ്യണം? എടുത്തു ചാട്ടാൻ പറ്റത്തില്ല. തോക്കിൻ്റെ കത്ത് കയറി വീട് വെക്കരുത്. എനിക്കറിയാം, നിങ്ങൾ മിണ്ടണ്ട, ഞാൻ പറയാമെന്ന് പറയത്തില്ലേ, അതല്ല. ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടുപോകും. ആത്മസംയമനം പിന്നെന്താ? ആത്മസംയമനത്തിന്റെ പേര് ഒരാൾക്ക് ആത്മസംയമനം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കൂടിയ നിലവാരമുള്ള വിശ്വാസമാക്കണമെന്ന് എൻ്റെ അർത്ഥം. അതാണ് നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ ആത്മസംയമനത്തെക്കുറിച്ചല്ല ഞാൻ പറയണത്. ഞാൻ ഈ ദിവസങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്ന വിശ്വാസത്തെ വളർച്ചയുടെ വിവിധ പരിഷ്കൃത രൂപങ്ങളെക്കുറിച്ചാണ്. സംസ്കൃത രൂപങ്ങൾ, വിശ്വാസത്തിന്റെ സംസ്കരിക്കപ്പെട്ട രൂപങ്ങൾ. ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണമാക്കാൻ. അപ്പൊ ഈ സമ്പൂർണമാക്കുക, അപ്പൊ ഇവിടെ എന്തൊക്കെ കാണുന്നത്? എന്താണ് നമ്മൾ ആദ്യം കണ്ടത്? അതായത് ആത്മസംയമനത്തെയാണ്. ഒരാൾക്ക് ആത്മസംയമനം ഉണ്ടാകണമെങ്കിലേ, ആത്മസംയമനം ഒരു അരമണിക്കൂർ ആത്മസംയമനം, 5 മിനിറ്റ് ആത്മസംയമനം അല്ല, ദീർഘാത്മസംയമനമാണ്. അതിനാണ് ക്ഷമയാണെന്ന് പറയുന്നത്. ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ ആത്മസംയമനം നമുക്ക് പുരോഗമിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അരമണിക്കൂർ ആത്മസംയമനം ആയിപ്പോവും. അപ്പം ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും, എന്ന് വെച്ചാൽ ആത്മസംയമനം തന്നെ, ക്ഷമയെന്ന് പറയുന്നത് എന്താണ്? സഹിക്കുന്ന സ്നേഹം. ആ സഹിക്കുന്ന സ്നേഹം ആത്മസംയമനം ഉള്ളിടത്തെല്ലാം അത് പ്രൊലോങ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ സഹിക്കുന്ന സ്നേഹം അഭ്യസിക്കണം. ഈ സഹിക്കുന്ന സ്നേഹം എന്ന് പറയുന്ന ആത്മസംയമനം എന്ന് പറയുന്നത് വിശ്വാസം തന്നെയാണ്. വിശ്വാസത്തിൻ്റെ ഏറ്റവും റിഫൈൻഡ് രൂപമാണ്. വിശ്വാസം തന്നെയാണ് നമുക്കത് ഫീൽ ചെയ്യണത്, കിട്ടണത്. ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും, പിന്നെന്താണ്? ക്ഷമയെ ഭക്തി കൊണ്ടും. ഇത്രയും കാര്യങ്ങൾ ഉള്ളവർക്ക് മാത്രമേ ഭക്തി ഉണ്ടായിട്ട് കാര്യമുള്ളൂ. ഭക്തി എന്ന് പറയുന്നത് ഭഗവാനുമായിട്ടുള്ള ഒട്ടലാണ്, തിക്തം. ഭഗവാനുമായിട്ട് തിക്തമായിരിക്കുന്ന സംഭവമാണ് ഭക്തി. രക്തം, രജോ ഗുണവുമായിട്ട് ഒട്ടി നിൽക്കുന്നത്, അതാണ് രക്തം. ഭക്തി എന്ന് പറയുന്നത് ഭഗവാനുമായിട്ട് ഒട്ടി നിൽക്കുന്നത് ഭക്തി. അപ്പം ദൈവമായിട്ട് ഒട്ടി നിൽക്കുന്ന പരിപാടിക്കാണ് ഭക്തി എന്ന് പറയണത്. ആ ദൈവമായിട്ട് ഒട്ടി നിൽക്കണമെന്നുണ്ടെങ്കിൽ കൈകൾ കൂപ്പി കമന്നടിച്ച് വീണിട്ട് കാര്യമില്ല. അതിനുള്ളിൽ എന്തൊക്കെ വേണം? ദൈവമായിട്ട് ഒട്ടി നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി. അത്രയും ക്ഷമ വരെ വന്നാൽ മാത്രമേ ദൈവമായിട്ട് ഒട്ടാൻ പറ്റത്തുള്ളൂ. ദൈവമായിട്ട് ഒട്ടി നിൽക്കണം. ദൈവത്തെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും കിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഭക്തി നമുക്ക് തരണത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്തി തരണത് സംതൃപ്തിയാണ്. ശരിക്കും ആരിലുള്ള സംതൃപ്തി? ദൈവത്തിലുള്ള സംതൃപ്തി. അതുകൊണ്ട് എപ്പോഴും ഭക്തിയെ എന്താണ് ചെയ്യേണ്ടത്? ഭക്തിയെ
ഭക്തി ഉണ്ടെങ്കിൽ ഈ ഭക്തി പ്രസരിപ്പിക്കുന്നത്, കൈമാറേണ്ടതും, ഭക്തിയിലൂടെ നേടിയെടുത്ത കൃപ എല്ലാം കൈമാറുന്നത് എല്ലാം സഹോദര സ്നേഹത്തിലൂടെയാണ്. സഹോദര സ്നേഹത്തെ ഉപവികൊണ്ടും, ഉപവിപ്രവർത്തനങ്ങളെ ഉപവികൊണ്ടും സമ്പൂർണ്ണമാക്കുവിൻ. അപ്പോൾ ഉപവി എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ തന്നെ മുന്തിയ രൂപമാണ്. അപ്പോൾ വിശ്വാസ വളർച്ചയാണ് ഈ ആഴ്ച മുഴുവൻ നമ്മൾ കണ്ടത്. അതിൻ്റെ മുന്തിയ രൂപങ്ങളുടെ ഓരോ രൂപങ്ങളെയും നമ്മൾ കണ്ടു. വിശ്വാസ വളർച്ച ഇതെല്ലാം നിനക്കുണ്ടെങ്കിൽ നീ കടുത്ത ദൈവവിശ്വാസിയായിട്ട് ദൈവം നിന്നെ കാണുന്നുവെന്നതിൻ്റെ അർത്ഥം. ഇല്ലെങ്കിൽ നീ അവിശ്വാസിയായി തുടരുന്നുവെന്നാണ്. അങ്ങനെ സംഭവിക്കും. ഈ അൾത്താരെ കയറി നിന്ന് സാക്ഷ്യം പറയുവാൻ എന്നെ അനുഗ്രഹിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ലതിക, കൊല്ലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 ഓഗസ്റ്റ് 24 തീയതിയാണ്. എൻ്റെ വീട്ടിനടുത്തുള്ള രണ്ട് കുഞ്ഞുങ്ങൾ പറഞ്ഞറിഞ്ഞാണ്, പത്രം തന്നറിഞ്ഞാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. ആ സമയത്ത് കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അവർ പിന്നീട് ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് ഞാനും വന്നു. പക്ഷേ ഉടമ്പടിയെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അവരങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് ആൻറ്റി ഉടമ്പടി എടുക്കുന്നു എന്ന് ചോദിച്ചു. എന്താണെന്ന് അറിയത്തില്ല, ഞാനും ഉടമ്പടി എടുത്തു. പിന്നെ അച്ഛൻ്റെ ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ മനസ്സിലായി. ആദ്യത്തെ ഉടമ്പടിയിലൊന്നും എനിക്ക് കൂടുതലായിട്ടൊന്നും ഒന്നും ചെയ്യാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. പക്ഷേ ആദ്യത്തെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ തൊണ്ടയിലൊരു ഗ്ലാൻഡ് വന്ന് വേദന വന്നു. അത് ഹോസ്പിറ്റലിൽ പോയി ബയോപ്സി ചെയ്തു. പക്ഷേ അതിലൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എൻ്റെ വേദന എനിക്ക് കുറയുന്നില്ലായിരുന്നു. ഒരാഴ്ച ആൻറ്റിബയോട്ടിക് കഴിച്ചു. കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് വേദനയൊന്നും കുറയുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ അന്നേരം ആ ഇടയ്ക്കാണ് ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത്. പക്ഷെ നിയോഗത്തിലൊന്നും അതിനെക്കുറിച്ച് ഞാൻ വച്ചിരുന്നില്ല. പക്ഷേ ഉടമ്പടി തൈലം കയ്യിൽ കിട്ടിയപ്പോൾ അന്ന് മുതൽ ഞാൻ ഉടമ്പടി തൈലം പൂശി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം അച്ഛൻ്റെ ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു, തൊണ്ടയിൽ നിന്നും ചെവിയിലേക്കുള്ള വേദനയുള്ള ഒരു രോഗിയെ ഈശോ സുഖപ്പെടുത്തുന്നു എന്ന്. അപ്പോഴെനിക്ക് മനസ്സിലായി അത് എൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഞാൻ എല്ലാവരോടും പറയുന്നത് ഇങ്ങനെയാണ്, ഉമിനീര് ഇറക്കുമ്പോൾ എൻ്റെ തൊണ്ടയിൽ നിന്ന് ചെവിയിലോട്ട് എനിക്ക് വേദനയാണെന്ന്. അത് തന്നെയാണ് അന്ന് അച്ഛൻ പറഞ്ഞത്. അതിനുശേഷം ഇനി ആ വേദന പൂർണ്ണമായി മാറി ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. പിന്നെയുള്ള ഒരു സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ കുടുംബത്തിൽ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അമ്മ മാതാവിൻ്റെ ഇടപെടലിൽ അതെല്ലാം എനിക്ക് പൂർണ്ണമായും വിടുവിച്ച് നൽകി. പിന്നെ എൻ്റെ മകനൊരു ആക്സിഡൻറ്റ് പറ്റി. ഞാൻ ഉടമ്പടിയിൽ ഇരുന്ന സമയത്ത് ആക്സിഡൻറ്റ് പറ്റി. അതിലും അമ്മ മാതാവ് കൂടുതൽ പരിക്കുകളൊന്നും ഇല്ലാതെ അമ്മ മാതാവ് അവനെ രക്ഷപ്പെടുത്തി. അതിലും അമ്മ മാതാവിന് 1000 നന്ദി. പിന്നെ കുടുംബത്തിലൊരു കേസ് വന്നു. അതിലും അമ്മ മാതാവ് ഒരു പ്രശ്നങ്ങളുമില്ലാതെ അതും അമ്മ മാതാവ് എനിക്ക് പൂർണ്ണമായും അതിൽ നിന്നും വിടുവിച്ച് നൽകി. പിന്നെ കുഞ്ഞുനാൾ മുതൽ എനിക്ക് പറയുമ്പോൾ എനിക്ക് അതിലെ ചിരി വരുവാണ്. പക്ഷേ എൻ്റെ കാര്യം എനിക്കറിയാം. ഒരു ദിവസം പോലും രാവിലെയും വൈകിട്ടും ചായ കുടിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര തലവേദനയാണ്. അത് പിന്നെ ചായ കുടിച്ചാലും ഒരു 2 ദിവസത്തേക്ക് ആ തലയുടെ ഭാരം എനിക്ക് മാറത്തില്ലായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്ത ആ ഇടയ്ക്ക് എനിക്ക് അവിചാരിതമായി വീട്ടിലെ സാഹചര്യത്തിൽ എനിക്ക് ആ ചായ കുടിക്കാൻ പറ്റാതെ വന്നു. അത് തുടർച്ചയായിട്ട് പറ്റാവുന്നു. പക്ഷേ എനിക്ക് ആ തലവേദന വന്നിട്ടില്ല. ഇപ്പോൾ 1.5 വർഷമായിട്ട് ഞാനിപ്പോൾ ചായ കുടിക്കുന്നില്ല. എനിക്ക് തലവേദനയില്ല, ഒന്നുമില്ല. പിന്നെ ഒരു ദിവസം എൻ്റെ കയ്യിൽ തിളച്ച വെള്ളം, അടപ്പേന്ന് തിളച്ച വെള്ളം എടുത്ത വഴി ഈ കയ്യിൽ ഇവിടെ മൊത്തത്തിൽ ആ തിളച്ച വെള്ളം അങ്ങ് വീണ്. അപ്പോൾ ഞാൻ കുറേ ദിവസം തുടർച്ചയായിട്ട് ഉടമ്പടി തൈലം തേച്ച് അത് ഒരു പൊള്ളൽ പോലും വന്നില്ല എന്നുള്ളതാണ്. സാധാരണ ചെറിയ ഇത് തിളച്ച വെള്ളം വീണ് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും പൊള്ളും. പക്ഷേ ഇത് ഒട്ടും പൊള്ളിയതേ ഇല്ല. 3-4 ദിവസമായിട്ട് ഉടമ്പടി തൈലം പൂശി. പിന്നെ വേദനയില്ലായിരുന്നു. അത് അങ്ങനെ ഒരു കറുത്ത നിറം വന്ന് ആ സ്കിന്നെല്ലാം പോയി. പിന്നെ എൻ്റെ ഭർത്താവും സഹോദരിയുടെ കുടുംബമായിട്ട് 10 വർഷമായിട്ട് വലിയ സഹകരണമൊന്നും ഇല്ലാതിരുന്നു. അതൊക്കെ ഞാൻ ഉടമ്പടി നിയോഗത്തിൽ വെച്ചു. അതും ഇപ്പോൾ അമ്മ മാതാവ് അതും സാധിച്ചു തന്ന് ഇപ്പം നല്ല സന്തോഷത്തിലൂടെ കുടുംബം പോകുന്നു. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഇപ്പോൾ സന്തോഷവും സമാധാനവും വീട്ടിലുണ്ട്.
ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഈ സന്തോഷവും സമാധാനവും അമ്മ മാതാവ് തന്ന് അനുഗ്രഹിച്ചത്. പിന്നെ എല്ലാം പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങളെല്ലാം എല്ലാവരുടെ കടകളിൽ, ഓട്ടോ സ്റ്റാൻഡിൽ, ബസ് സ്റ്റാൻഡിൽ, ഹോസ്പിറ്റലുകളിൽ എല്ലായിടവും കൊണ്ട് നടന്ന് തന്നെ എല്ലാവർക്കും കൊടുക്കും. എല്ലാ കാര്യങ്ങളും മാതാവിനെക്കുറിച്ച് പറയും, അതെല്ലാം കൊടുക്കാറുണ്ട്. പിന്നെ ഡെയിലി ബ്രെഡ് സ്ഥിരമായി കേൾക്കും, അത് ഞാൻ സ്റ്റാറ്റസ് ഇടാറുണ്ട് എല്ലാ ദിവസവും. പിന്നെ ചൊവ്വാഴ്ചത്തെ ധ്യാനങ്ങൾ സ്ഥിരമായി കേൾക്കും, അതും എന്നും ഞാൻ സ്റ്റാറ്റസ് ഇടാറുണ്ട്. പിന്നെ സാക്ഷ്യങ്ങൾ ദിവസവും ഞാൻ 3-4 സാക്ഷ്യങ്ങൾ ഏറ്റവും കുറഞ്ഞത് ഞാൻ കേട്ടിട്ട് എല്ലാവർക്കും ഫ്രണ്ട്സിനെല്ലാം ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ പലർക്ക് വേണ്ടിയിട്ടും മാതാവിനോട് രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് പലർക്കും രോഗസൗഖ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ പലരെയും ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇന്നും എൻ്റെ ഒരു ഫ്രണ്ട് വന്ന് ഉടമ്പടി എടുക്കാൻ വന്നിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുന്നത് എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിലുള്ള കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ സമൂഹ മാധ്യമത്തിലൂടെ പലരും സഹായം അഭ്യർത്ഥിക്കുന്ന എന്നെക്കൊണ്ട് കഴിയുന്ന പൈസ ഞാൻ അയച്ചു കൊടുക്കും. ഒന്നുകിൽ ഞാൻ അയക്കും, ഇല്ല എൻ്റെ മോനെ കൊണ്ട് ഞാൻ അയച്ചു കൊടുക്കും. പിന്നെ നമ്മുടെ മുന്നിൽ വന്ന് കൈ നീട്ടുന്ന എല്ലാവർക്കും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായങ്ങൾ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ അനാഥാലയങ്ങളിലും ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കും. പിന്നെ വീട്ടിൽ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അതിനും അനാഥാലയത്തിലാണ് ഫുഡ് പറഞ്ഞ് ഞങ്ങളും അവരുടെ കൂടെ പോയിരുന്ന് കഴിച്ച് അങ്ങനെയും കാരുണ്യ പ്രവർത്തികൾ ചെയ്യാറുണ്ട്. എൻ്റെ കുടുംബത്തിലെ എല്ലാവരും എല്ലാവരും കാരുണ്യ പ്രവർത്തികൾ ചെയ്യാറുണ്ട്. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ നൽകിയ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് നേരത്തെ കർത്താവിനെയൊക്കെ അറിയാം, മാതാവിനെ അറിയാവുന്നേ ഉള്ളായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ ഇത്രയും കൂടുതൽ കർത്താവിനെ വിളിക്കുന്നതും മാതാവിനെ വിളിക്കുന്നതും. എന്നും രാവിലത്തെ വൈകിട്ട് പ്രാർത്ഥന കൃത്യമായി ചെയ്യും, അരമണിക്കൂർ ബൈബിള് വായിക്കും, എല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ട്. ശരിക്കും ഇനിയും എൻ്റെ അമ്മ മാതാവിൻ്റെ കൂടെ തന്നെ ഇനിയും ജീവിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. 2 വർഷത്തിൽ കൂടുതലായി ഞാൻ ഉടമ്പടി എടുത്തിട്ട് എല്ലാ 3 മാസവും കൃത്യമായിട്ട് വന്ന് ഞാൻ ഉടമ്പടി പുതുക്കാറുണ്ട്. ഇപ്പോൾ 9ാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞു. പിന്നെ ഞാൻ അമ്മ മാതാവിനെയും ഈശോയെയും ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. പിന്നെ സുഗന്ധാഭിഷേകം എനിക്ക് കിട്ടിയിട്ടുണ്ട്, മഴവില്ല് കണ്ടിട്ടുണ്ട്. എല്ലാ രീതിയിലും അമ്മ മാതാവ് എൻ്റെ കൂടെയുണ്ട്. എന്ത് പ്രശ്നങ്ങൾ വന്നാലും അപ്പോഴേ ഞാൻ ഉടമ്പടി കാശ് രൂപം എടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കും. അതിനെല്ലാം അപ്പോഴും തന്നെ എനിക്ക് മാതാവ് ഉത്തരം തരും. ഇനിയും അമ്മ മാതാവിൻ്റെ കൂടെ തന്നെ ജീവിക്കാൻ തന്നെയാണ് ആഗ്രഹം. അമ്മ മാതാവ് എല്ലാ അനുഗ്രഹങ്ങളും ഇനിയുള്ള എല്ലാ ഉടമ്പടി നിയോഗങ്ങളിലും മേലും അമ്മ മാതാവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എല്ലാത്തിനും 1000 നന്ദി. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തുതി. ഹല്ലേലൂയ. എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു. ദൈവം വാഴ്ത്തപ്പെടട്ടെ. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല, അവിടുത്തെ കാരുണ്യം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞില്ല. സങ്കീർത്തനം 66, 19, 20 വചനങ്ങളാണ്. കേട്ടിരിക്കുന്ന ഒരു ദൈവം, പ്രാർത്ഥനയുടെ സ്വരം ശ്രവിക്കുന്ന ഒരു ദൈവം, നമ്മുടെ പ്രാർത്ഥന തള്ളിക്കളയാത്ത ഒരു ദൈവം, കാരുണ്യം നമ്മിൽ നിന്ന് എടുത്തു കളയാത്ത ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ കൂടെയുള്ള ദൈവം, നമ്മളെ സംരക്ഷിക്കുന്ന ഒരമ്മ. ഇതാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഓരോ മക്കളും ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. പലപ്പോഴും ജോലി പ്രശ്നങ്ങൾ, രോഗങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കുടുംബ കലഹങ്ങൾ, മാനസിക സമ്മർദ്ദങ്ങൾ, ഇവയിൽ നിന്നെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ കാര്യങ്ങൾ മാറുന്നില്ലെന്ന് തോന്നാം. പക്ഷെങ്കിൽ വചനം പറയുന്നു, ദൈവം എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയത്തില്ല. ഇന്ന് മനുഷ്യബന്ധങ്ങൾ പലപ്പോഴും വ്യവസ്ഥകളിലാണ്. വിജയമുണ്ടെങ്കിൽ സ്നേഹമുണ്ട്, പരാജയമാണെങ്കിൽ അകലമാണ്. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം ഏത് സാഹചര്യത്തിലാണേലും നമ്മിൽ നിന്ന് വിട്ടുമാറാത്ത അചഞ്ചലമായ ഒരു സ്നേഹമാണ്, ഒരിക്കലും മാറാത്ത ഒരു സ്നേഹം. നമ്മൾ ഏതവസ്ഥയിലായാലും, വീണാലും തളർന്നാലും നമ്മെ കാത്തുപരിപാലിക്കുന്ന ഒരു ദൈവമാണ്. ദൈവം നമ്മെ വിട്ടുപോകാത്ത ഒരു ദൈവം. അങ്ങനെയുള്ളൊരു വലിയൊരു സാക്ഷ്യമാണ്
ലതിക എസ് എന്ന സഹോദരി നമ്മളോട് ഷെയർ ചെയ്തത്. ഈ മകൾ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു 9 പ്രാവശ്യം പുതുക്കിയെന്ന്. ദൈവത്തിൻ്റെ സ്നേഹത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സഹോദരിയുടെ സാക്ഷ്യമാണിത്. 9 പ്രാവശ്യം പുതുക്കി ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സഹോദരി. ആദ്യമായി പറഞ്ഞ സാക്ഷ്യത്തിൽ പറഞ്ഞത് തൊണ്ടയിൽ ഒരു ഗ്ലാൻഡ് ഉണ്ടായിരുന്നു. പല ഹോസ്പിറ്റലിലും പോയി മെഡിസിൻ എടുത്തു, പക്ഷെങ്കിൽ അത് ഇമ്പ്രൂവ്മെൻ്റ് ആയില്ല, ഹീലായി, രോഗസൗഖ്യം ലഭിച്ചില്ല. പിന്നീട് ഒരിക്കൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിൻ്റെ സമയത്ത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, തൊണ്ടയിൽ നിന്നും ചെവിയിലേക്ക് വേദനയുള്ള ഒരു രോഗിയെ സുഖപ്പെടുത്തുമെന്ന്. തൽക്ഷണം ഈ സഹോദരി അത് വിശ്വസിച്ചു. തൊണ്ടയിൽ നിന്നും ചെവിയിലേക്കുള്ള വേദന അത് സ്വന്തമായിട്ട് തന്നെ എനിക്ക് തന്നെയാണ് ആ രോഗസൗഖ്യം ലഭിച്ചതെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. അന്നു മുതൽ ഇന്ന് വരെ ഈ സഹോദരിക്ക് ആ വേദന ഉണ്ടായിട്ടില്ല. നമ്മൾ ഓരോ പ്രാവശ്യം ധ്യാനം കൂടുമ്പോഴും അച്ഛൻ ഓരോ പ്രാവശ്യം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും നമുക്കറിയാം ഈ ആലയത്തിൽ പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയമാണ്. ജോസഫ് അച്ഛന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഓരോ പ്രാവശ്യവും അമ്മയിലേക്കാണ് നമ്മൾ ഓരോ പ്രാർത്ഥനകളും കൊണ്ടുപോകുന്നത്. ഒരുപക്ഷെ ഈ സഹോദര കണ്ണുനീരും കണ്ട് പ്രാർത്ഥിച്ചപ്പോഴാണ് ഈശോയും അമ്മയും ഈ രോഗസൗഖ്യം ഈ മൾക്ക് നൽകിയത്. സമയചുരുക്കത്തിൻ്റെ അമ്മയാണ്. ഉടമ്പടിയിലുള്ള ഓരോ മക്കളെയും കാത്തുപരിപാലിക്കുന്ന അമ്മ. എത്ര വർഷമായാലും നിങ്ങൾ സഹിച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, പക്ഷെങ്കിൽ ഉടമ്പടിയിലാവുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ഒരമ്മയാണ്, നമ്മളെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ്. നമ്മുടെ ഓരോ കാര്യവും ചെന്ന് പറയുന്നത് ഈശോയോടാണ്. കാനായിലെ വിവാഹ സമയത്തും അവരുടെ ആവശ്യം അവരോട് പറഞ്ഞത് പോലെ തന്നെയാണ് ഇന്നും നമ്മുടെ ആവശ്യങ്ങൾ ഓരോന്നും ഈശോയിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നീട് പറഞ്ഞ മകൻ്റെ ഒരു സംരക്ഷണമാണ് ആക്സിഡൻ്റ് സമയത്ത്. അതും പരിശുദ്ധ അമ്മയും ഈശോയും ചേർന്ന് നിന്ന് മകനെ സ്വന്തം കരങ്ങളിൽ സംരക്ഷിച്ചതുപോലുള്ളൊരു സാക്ഷ്യമാണ്. പല പ്രാവശ്യവും ഈശോയുടെ അമ്മയുടെ സംരക്ഷണവും ഇടപെടലുകളും ഇവർക്ക് മനസ്സിലാക്കിയത് പിന്നീട് വന്ന കേസിൻ്റെ സെറ്റിൽമെൻ്റ് ആയിരുന്നു. അതും ഈശോയും അമ്മയും നല്ല രീതിയിൽ ഇടപെട്ടാണ് ആ കേസിൽ നിന്ന് റിലീസാവാനായിട്ട് സാധിച്ചത്. തിളച്ച വെള്ളം കയ്യിൽ വീണപ്പോഴും നല്ല വേദന ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെയാണ് എല്ലാത്തിനും ഒരു മരുന്ന് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലമാണ്. ആ തൈലം തേച്ച ഉടനെ ഈ സഹോദരിക്ക് അതിൽ നിന്നും റിലീസായി. വേദന തിളച്ച വെള്ളം വീണിട്ടും അത് പെട്ടെന്ന് തന്നെ സൗഖ്യമാക്കാനായിട്ട് സാധിച്ചു. ഏറ്റവും വലിയ അനുഗ്രഹം ഉടമ്പടി ജീവിതത്തിൽ അനുദപിച്ചാൽ കൂടുതൽ അനുഗ്രഹമാണ് നമ്മുടെ കുടുംബത്തിലേക്ക് ലഭിക്കുന്നത്. അനുദപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മുടെ കൂടെ നിൽക്കുന്നതായിട്ടാണ് ഈ സഹോദരിയുടെ പറഞ്ഞ 10 വർഷമായിട്ട് സഹോദരങ്ങളുമായിട്ട് രമ്യതയിലല്ലായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു നിയോഗമായാണ് ഈ മകൾ സമർപ്പിച്ചത്, സഹോദരങ്ങളുമായിട്ട് രമ്യപ്പെടാനായിട്ട്. അതും ആ നിയോഗത്തിൽ സമർപ്പിച്ചതും ഈശോയും അമ്മയും കേൾക്കാതിരുന്നില്ല, തള്ളിക്കളഞ്ഞില്ല, എടുത്തു കളഞ്ഞില്ല. ആ നിയോഗവും ഈ സഹോദരിക്ക് സാധിച്ചു കൊടുത്തു. ഓരോ പ്രാവശ്യവും നമ്മൾ ഈശോയുടെ അമ്മയുടെ അടുത്ത് വന്ന് ഓരോ നിയോഗങ്ങൾ വെച്ച് ഓരോ പ്രാവശ്യം പുതുക്കുമ്പോഴും ഈശോയും അമ്മയും ഇത് തന്നെയാണ് പറയുന്നത്, അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല, അവിടുത്തെ കാരുണ്യം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞില്ല എന്നാണ് ഈ മകളുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹവും സാഹചര്യങ്ങളോട് അനുസൃതമല്ല, മറിച്ച് നമ്മുടെ വ്യക്തിബന്ധത്തിലാണ്. വിഷയബന്ധിതമായിട്ടാണ് നമ്മൾ ഈശോയുടെ അടുക്കൽ വരുന്നത്, ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത് വേണം ഇത് വേണം. പക്ഷെങ്കിൽ ഒരു നല്ലൊരു വ്യക്തിബന്ധത്തിലാകുമ്പോഴാണ് ഈശോയും അമ്മയും നമ്മുടെ കൂടെ ചേർന്ന് നിന്ന് വിഷയബന്ധിതമല്ലാതെ വ്യക്തിബന്ധമായ ഒരു ബന്ധം പുനഃസ്ഥാപിക്കുകയും നമ്മുടെ കൂടെ ചേർന്ന് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യവും ഇടപെട്ട് ഈശോയും അമ്മയും നമ്മൾ മുന്നോട്ട് നയിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾക്കിടയിലും നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുവെന്ന് നമുക്ക് വിശ്വസിക്കാം. കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോയുടെ അചഞ്ചലമായ സ്നേഹം നമുക്കും അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ലതികയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി എന്നെ എൻ്റെ കുടുംബത്തെ ഉയർത്തിയതിന് അമ്മയ്ക്കും തിരുകുമാരനും ആദ്യമേ നന്ദി പറയുന്നു. സാക്ഷ്യം പറയാൻ വൈകിയതിനും ക്ഷമ ചോദിക്കുന്നു. എൻ്റെ പേര് അനു അബ്രഹാം. ഞാൻ വരുന്നത് വയനാട്ടിൽ നിന്നാണ്. ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് 2023 സെപ്റ്റംബർ 30-നാണ്.
ഞാൻ 2019 തൊട്ട് എനിക്ക് കൃപാസനത്തെ പറ്റി അറിയാം. ഞാൻ വരാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. പക്ഷേ എനിക്ക് ഒരു 2-3 കൊല്ലം എടുത്തു ഞാൻ ഇങ്ങോട്ട് വരാൻ. കാരണം മാതാവ് വിളിക്കാതെ ഇങ്ങോട്ട് ആർക്കും വരാൻ പറ്റില്ല. അത് തന്നെയായിരുന്നു അതിൻ്റെ റീസൺ. അങ്ങനെ ഞാൻ ബേസിക്കലി നേഴ്സാണ്. ഞാൻ 2023 എനിക്ക് ഇനി നാട്ടിൽ നിൽക്കണ്ട, ഇനി പുറത്തോട്ട് എങ്ങോട്ടേലും നോക്കാം എന്നൊരു ഒരാഗ്രഹം വന്നു. അങ്ങനെ ഞാൻ പുറത്തോട്ട് നോക്കാനുള്ള, എനിക്ക് എന്തെടുക്കണമെന്ന് ആദ്യം അറിയില്ലായിരുന്നു. എൻ്റെ യോഗ്യതകൾ എനിക്ക് നന്നായി അറിയാം. അതിലുപരി എൻ്റെ ആ യോഗ്യതകൾ എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. OET വേണോ അതോ ഇനി സൗദി അങ്ങനെ എന്തെങ്കിലും നോക്കണോ? ഞാൻ മാതാവിനാണ് അതിൻ്റെ ഓപ്ഷൻ കൊടുത്തത്. എനിക്ക് ഒരു ഏജൻസി ത്രൂ സൗദിക്കൊരു വേക്കൻസി വന്നു. ആദ്യം ഇൻ്റർവ്യൂ ആയിരുന്നു. ഇൻ്റർവ്യൂ ഓൺലൈനായിരുന്നു എനിക്ക് നടന്നിരുന്നത്. ഫസ്റ്റ് അന്നത്തെ ദിവസം രാവിലെ തൊട്ടേ ഞാൻ സിസ്റ്റത്തിൻ്റെ മുന്നിലായിരുന്നു. എനിക്ക് ഉച്ചയായിട്ടും എനിക്കെന്നെ വിളിച്ചില്ല. ആ സമയം ഞാൻ ജസ്റ്റ് ഒന്ന് മയങ്ങിപ്പോയി. അപ്പം ആ മയക്കത്തിൽ എന്നോട് മാതാവ് വന്ന് പറഞ്ഞു ഈ ഇൻ്റർവ്യൂ തീർന്നു എന്ന്. ഞാൻ പെട്ടെന്ന് ഞെട്ടി. എണീറ്റപ്പോൾ എൻ്റെ ഏജൻസി എന്നോട് പറഞ്ഞു നിൻ്റെ ഇൻ്റർവ്യൂ തീർന്നു. അപ്പോൾ എനിക്ക് മാതാവിൻ്റെ പ്രസൻസ് അതിനകത്ത് മനസ്സിലായി. അപ്പം അങ്ങനെയാണ് ഞാൻ ഇൻ്റർവ്യൂവിന് ശേഷമാണ് കൃപാസനത്തിലോട്ട് ആദ്യമായിട്ട് വരുന്നത്. കൃപാസനത്തിൽ വരുന്നതിൻ്റെ തലേന്ന് ഒരു അത്ഭുതം നടന്നു എൻ്റെ ജീവിതത്തിൽ. ഞാൻ 2019 തൊട്ട് ഞാൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 3.5 കൊല്ലമായിട്ട് എൻ്റെ PF കിട്ടിയിരുന്നില്ല. എനിക്കത് വളരെ സങ്കടമുള്ളൊരു കാര്യമായിരുന്നു. PF അത്യാവശ്യം ഒരു നല്ലൊരു എമൗണ്ട് ഉണ്ടായിരുന്നു. കുറേ കാലം ഞാൻ എൻ്റെ പുറകെ നടന്നു. ഞാൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ തലേന്ന് 2023 സെപ്റ്റംബർ 29 ഞങ്ങൾ വയനാട്ടിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് 4 മണിക്കാണ് അവിടുന്ന് ബസ് വരുന്നത്. കറക്റ്റ് 3:50 എൻ്റെ ഫോണിൽ ക്രെഡിറ്റായി എൻ്റെ PF. അതാണ് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്തത് സൗദിക്ക് വരാൻ വേണ്ടിയിട്ട് എമൗണ്ട്. പിന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. എനിക്ക് ലാഗായിരുന്നു ആ സമയത്ത്. 2023 സൗദിയിൽ വിസ അടിക്കുന്നില്ലായിരുന്നു. 8 മാസത്തോളം ഞാൻ അതിൻ്റെ പുറകെ നടന്നു. ഞാൻ ഒത്തിരി വിഷമിച്ചു. മാതാവിനോട് കരഞ്ഞപേക്ഷിച്ചു. ഓരോ ഡേറ്റും ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രോമെട്രിക് എക്സാം എനിക്ക് ബാംഗ്ലൂർ വെച്ചായിരുന്നു നടന്നത്. ആ സമയത്തും ഞാൻ എക്സാം ഹാളിൽ കയറിയപ്പോഴും കാശുരൂപം കൊണ്ടുപോയിരുന്നു, തൈലം ഉപയോഗിച്ചിരുന്നു, ഉപ്പ് കഴിച്ചിരുന്നു. ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ അറ്റൻഡ് ചെയ്യുമ്പോഴും ഞാൻ മാതാവിനോട് വിശ്വാസപ്രമാണം ചൊല്ലിയായിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നത്. എനിക്ക് അറിയുന്ന ആൻസേഴ്സ് കുറവായിരുന്നു. പക്ഷേ എന്നിരുന്നാലും എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ജയിക്കുമെന്ന്. കാരണം ഞാൻ എൻ്റെ മെറിറ്റിലല്ല വിശ്വസിച്ചത്. നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഓഫ് ഗോഡ്. അങ്ങനെ റിസൾട്ട് വന്നു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ നല്ല മാർക്കോടെ ഞാൻ പാസ്സായി. എന്നിട്ടും അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ലാഗൊക്കെ വന്നിരുന്നു. 2024 ജൂൺ 11 ഞാൻ സൗദിക്ക് പോയി. പിന്നെ എനിക്ക് ഡ്യൂട്ടി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയാണെങ്കിലും ഞാൻ അവിടെ കാശ് രൂപ ഇട്ടിട്ടാണ് ഞാൻ പോയിരുന്നത്. തൈലം പൂശുമായിരുന്നു. ഉപ്പ് ഞാൻ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടെ പ്രത്യേകിച്ച് സൗദികളാണ് വരുന്നത്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ അതിൻ്റേതായ പണിഷ്മെൻറ്റ് നമുക്ക് കിട്ടും. ഞാൻ ക്രാഷ് കാർട്ടിൽ തൂക്കുമായിരുന്നു, ഉപ്പ് ഇടുമായിരുന്നു, തൈലം പൂശുമായിരുന്നു. എനിക്ക് കിട്ടുന്ന എല്ലാ ബെഡിലും ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു രോഗസൗഖ്യം എന്ന് പറയുന്നത് ഞാൻ ഒരു നൈറ്റ് ഡ്യൂട്ടി ടൈമാണ്. എനിക്ക് നല്ല UTI ആയിരുന്നു. എനിക്കങ്ങനെ വരുന്നതല്ല, പെട്ടെന്ന് എനിക്ക് വന്നു. ഞാൻ എൻ്റെ അസുഖത്തിന് ഞാൻ ഒരിക്കലും ദൈവത്തോട് മാതാവിനോടോ മാതാവേ എനിക്കിത് മാറ്റിത്തരണമെന്ന് പറയാറില്ല. എൻ്റെ വിഷമങ്ങളൊക്കെ ഞാൻ കുറേയൊക്കെ സഹിക്കും. ഇതെന്നെ കൊണ്ട് പറ്റുന്നില്ല. എനിക്ക് വരുന്ന പേഷ്യൻസിനെ ഞാൻ നോക്കണമായിരുന്നു. അപ്പോൾ എനിക്കിവരെ നോക്കാൻ പറ്റുന്നില്ല. 3 അനാൾജിസസ് ഞാൻ എടുത്തിട്ട് എൻ്റെ പെയിൻ കുറയുന്നില്ല. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു ഇച്ചിരി റെസ്റ്റിംഗ് ടൈം കിട്ടി. അപ്പോൾ ഞാൻ ധ്യാനം കേൾക്കുമായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഈ ധ്യാനം തീരുന്നതിന് മുന്നേ 2 മണിക്കൂർത്തെ ഈ ധ്യാനം തീരുന്നതിന് മുന്നേ എൻ്റെ അസുഖം നീ എനിക്ക് മാറ്റിത്തരണം. ഞാൻ പൊട്ടിക്കരഞ്ഞ് ഇതിന് മുന്നേ മാതാവിനോട് എൻ്റെ അസുഖം മാറ്റാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ആദ്യമായി ഞാൻ മാതാവിനോട് പറഞ്ഞു. വിത്തിൻ 15 മിനിറ്റ് കൊണ്ട് എൻ്റെ അസുഖം മാതാവ് സമ്പൂർണ്ണമായി എനിക്ക് മാറ്റിത്തന്നു. ജൂൺ 11 പോയത്. ഞങ്ങൾ ജൂൺ 10 തീയതി ഞങ്ങൾ കൃപാസനത്തിൽ വന്നിരുന്നു മാതാവിനെ കണ്ട് നന്ദി പറയാൻ, ഉടമ്പടി പുതുക്കാൻ. പക്ഷേ വൈകിയാണ് ഞങ്ങൾ വന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയിരുന്നില്ല. ഞാനൊരു CSIക്കാരിയാണ്. ഞാനിപ്പോഴാണ് എൻ്റെ കല്യാണം ഈ ഇടയ്ക്കാണ് കഴിഞ്ഞത്. ഇപ്പോഴാണ് ഞാൻ കത്തോലിക്കയിലോട്ട് വന്നത്. അപ്പോൾ എനിക്ക് കൊന്ത ചൊല്ലാനൊന്നും അറിയില്ല, അതിലുപരി മടിയുമായിരുന്നു. അപ്പം സ്റ്റീഫൻ അച്ഛൻ എന്നോട് പറഞ്ഞു, സ്റ്റീഫൻ അച്ഛനെ കണ്ടിരുന്നു. അച്ഛൻ എന്നോട് പറഞ്ഞു, മാതാവ് നിന്നോട് പറയുന്നുണ്ട് കൊന്ത ചൊല്ലണമെന്ന്. അതിനുശേഷം ഒരു ദിവസം പോലും മുടക്കാതെ
ഞാൻ കൊന്ത ചെല്ലുവാൻ മാതാവ് എന്നെ സഹായിച്ചു. സമ്പൂർണ്ണ ബൈബിൾ വായിക്കുവാൻ മാതാവ് എന്നെ സഹായിച്ചു. മാതാവിൻ്റെ സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ട്. ആദ്യമായി കിട്ടുന്നത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്ന ദിവസമായിരുന്നു. പിന്നീട് ഞാൻ സൗദിക്ക് പോകുന്നതിൻ്റെ തലേന്ന് ഇവിടെ വന്നിരുന്നെന്ന് പറഞ്ഞല്ലോ, അന്നാണ്. എനിക്ക് പിന്നെ കിട്ടിയത് ഇന്നാണ്. മാതാവിൻ്റെ പ്രസൻസ് എന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. മാതാവ് എൻ്റെ ഞാൻ മാതാവിനെ ഉപേക്ഷിച്ചാലേ ഉള്ളൂ, മാതാവ് ഒരിക്കലും എന്നെ ഉപേക്ഷിക്കില്ല എന്ന് എനിക്ക് നന്നായി അറിയാം. മാതാവിൻ്റെ പ്രസൻസും ഈശോപ്പയുടെ പ്രസൻസും എന്നും എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഇതെൻ്റെ ഹസ്ബൻഡാണ്. ഞങ്ങളുടെ കല്യാണം ഈ ജനുവരി 19 കഴിഞ്ഞു. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ പത്രം കൊടുക്കുമായിരുന്നു. വരുന്ന എൻ്റെ മുന്നിൽ നിന്ന് ചോദിക്കുന്നവർക്ക് ഞാൻ എങ്ങനെയും എൻ്റെ കയ്യിലുള്ള പൈസ എങ്ങനെയെങ്കിലും ഞാൻ ഒപ്പിച്ചു കൊടുക്കുമായിരുന്നു. ഒരുപക്ഷെ ചിലപ്പോൾ കടവായിട്ടായിരിക്കാം, ചിലപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും ഞാൻ എൻ്റെ അവസ്ഥ ഞാൻ നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ കൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നു. ഉടമ്പടി ധ്യാനം ഞാൻ എല്ലാ ആഴ്ചയും കേൾക്കാൻ, ആ ആഴ്ചവട്ടത്തിൽ തന്നെ തീർക്കാൻ ശ്രമിക്കാറുണ്ട്. ഡെയിലി ബ്രെഡ്, ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ ഡെയിലി കൂടുമായിരുന്നു. ഇത്രയൊക്കെയാണ് ദൈവം തന്നത്, അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻ്റെ കുടുംബത്തിൻ്റെ ഒരുപാട് നന്ദി. സങ്കീർത്തനങ്ങൾ 145, 18, 19 തിരുവചനങ്ങൾ. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തൻ്റെ ഭക്തരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. അനു എബ്രഹാം എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുകയായിരുന്നു. ആദ്യത്തേത് മകൾക്ക് കൃപാസനത്തിലേക്ക് വരുവാനുള്ള തിഷ്ണമായ ആഗ്രഹവും അതിനുവേണ്ടി കാത്തിരുന്ന നാളുകളും ഇവിടെ എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ ഉടമ്പടിയെക്കുറിച്ച്, ഉടമ്പടി ധ്യാനത്തെക്കുറിച്ച്, സാക്ഷ്യത്തെക്കുറിച്ച് മകൾക്കുണ്ടായിരുന്ന അറിവുകളുമാണ്. അമ്മയെ കാണുവാൻ വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടിയാണ് മകൾ അണയുന്നത്. അതുകൊണ്ട് തന്നെ മകൾ പറയുന്നുണ്ട്, ഞാനിവിടെ അമ്മയെ കാണുവാനായി വരുന്ന ആ മണിക്കൂറുകളിൽ തന്നെ അമ്മ എൻ്റെ കരം പിടിച്ചിട്ടുണ്ട്, കൂടെയുണ്ട് എന്ന തെളിവുകൾ നൽകിയാണ് അമ്മ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. ഏറെ 3-3.5 വർഷമായി നിരന്തരം മകളൊരു PF വേണ്ടി ജോലി ചെയ്തെടുത്തുനിന്ന് കിട്ടുവാൻ ഏറെ പരിശ്രമിച്ച് പരാജയപ്പെട്ട് അത് ഒരു വഴിയും തെളിയാതെ നിൽക്കുമ്പോൾ, മകളിങ്ങോട്ട് 4 മണിക്ക് ബസ് കയറുവാൻ നിൽക്കുമ്പോൾ 3:50 മകളുടെ അക്കൗണ്ടിൽ ആ തുക മുഴുവനും ഒരുമിച്ച് ക്രെഡിറ്റ് ആയതാണ് അമ്മ മാതാവ് കൊടുത്ത ആദ്യത്തെ അടയാളം. അതോടൊപ്പം തന്നെ മകൾ വിദേശത്തേക്ക് പഠിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പഠനത്തിൻ്റെയും വിദേശത്തേക്കുള്ള യാത്രയ്ക്കും വേണ്ടി ആ പണം മകൾക്ക് സമയത്ത് ഉപകരിച്ച് നൽകി എന്നുള്ളതാണ് അമ്മയുടെ രണ്ടാമത്തെ സംരക്ഷണം. അത് മോളുടെ അമ്മ മോളോട് പറഞ്ഞിരുന്നു, അത് നിനക്ക് പെൻഡിങ് ആകുന്നുവെങ്കിൽ അത് അമ്മ മാതാവ് ഏതോ ഒരു കാര്യത്തിന് വേണ്ടി നിനക്കത് ഒരുക്കി തരുവാനായി ക്രമീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദേശ യാത്രയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ അമ്മ മാതാവ് ആ പണം കൃത്യമായി ക്രമീകരിച്ച് യാതൊരു അല്ലലും ക്ലേശവുമില്ലാതെ അതിനുവേണ്ടി മകൾ കുരുക്കിക്കൊടുത്തു എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. വിദേശത്തേക്കുള്ള യാത്രയും അവിടെ സുരക്ഷിതമായ ജോലിയും അവിടെയുള്ള പേഷ്യൻസിനോട് എന്നും എളിമയിൽ സ്നേഹത്തിൽ ശുശ്രൂഷ മനസ്സോടുകൂടി അവർക്ക് വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുക്കുവാൻ മകൾക്ക് കൊടുത്ത ഒരു ഹൃദയവും അത് ഉടമ്പടിയിലൂടെ മകൾക്ക് തീഷ്ണമായി നൽകിയെന്ന് മകൾ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ രോഗിയോടും അത് അമ്മ മാതാവിൻ്റെ സംരക്ഷണയിലും ഈശോയുടെ കരങ്ങളിലേക്കും ഏൽപ്പിച്ചു കൊടുത്ത് ശുശ്രൂഷിച്ചു എന്നതിൻ്റെ അടയാളമാണ് ഓരോ ഇടത്തും ചെല്ലുമ്പോൾ മകൾ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത്. ഉപ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ രോഗികളെയും ഒരു അപകടം കൂടാതെ ഈ രോഗി എൻ്റെ കരങ്ങളിലൂടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുവാൻ വേണ്ടി അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. പരീക്ഷയ്ക്ക് വേണ്ടി പോകുമ്പോൾ മകൾ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഈശോയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഉടമ്പടി നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ച് എൻ്റെ കഴിവിനാലല്ല ദൈവകൃപയാൽ മാത്രം എനിക്ക് വിജയിക്കുവാനുള്ള ആഗ്രഹത്തോടു കൂടി ഞാനവയെ സമീപിക്കുകയും എൻ്റെ അറിവിനപ്പുറം, എൻ്റെ പ്രാപ്തിക്കപ്പുറം നല്ല വിജയം ആദ്യ അവസരത്തിൽ തന്നെ നൽകിക്കൊണ്ട് എൻ്റെ അമ്മ മാതാവ് എന്നെ സഹായിച്ചുവെന്ന് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ശാരീരികമായൊരു രോഗാവസ്ഥ അത് രാത്രികാലത്ത് ഡ്യൂട്ടിക്കിടയിൽ സംഭവിക്കുമ്പോഴും മറ്റു മരുന്നോ കാര്യമോ ഒന്നും ഉപകരിക്കാതെ നിൽക്കുന്ന സമയത്തിലും അമ്മയുടെ സംരക്ഷണം തേടി മകൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനും മകൾക്ക് ലഭിക്കുന്ന സംരക്ഷണത്തെയും സൗഖ്യത്തെയും വാക്കുകളിലൂടെ അടയാളപ്പെടുത്തുന്നു, സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, അമ്മയുടെ ഉടമ്പടി നമ്മുടെ ജീവിതത്തെ എപ്പോഴും നേർവഴിയിൽ നയിക്കുന്നതാണ്, മേൽഗതിയിലേക്ക് നയിക്കുന്നതാണ്,
തടസ്സങ്ങൾ നീക്കിത്തരുന്നതാണ്. ആപത്ത് സമയത്ത്, ഒരു അത്യാവശ്യ സമയത്ത് അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മറ്റെങ്ങും ഇല്ലാത്ത വിധം, മറ്റൊരാളും നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് സഹായിക്കുവാൻ പറ്റാത്ത വിധം അമ്മ തിരുക്കുമാരനോട് പറഞ്ഞ് ജീവിതത്തിൻ്റെ ആപത്സന്ധികളിൽ കൂടെ നിന്ന് സഹായിച്ച് നമുക്കതിൻ്റെ റിലീഫ്, അതിൻ്റെ സൗഖ്യവും സമാശ്വാസവും നൽകുന്നതുമാണ്. അതിൻ്റെ സാക്ഷ്യങ്ങളാണ് ഈ അൾത്താരയിൽ ഈ മകൾ അടയാളപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടി നമ്മളെ ആത്മധൈര്യമുള്ള വിശ്വാസികളാക്കുന്നു. ഉടമ്പടി ദൈവിക സംരക്ഷണത്തിൽ ജീവിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്നു. ഉടമ്പടി പാപസാഹചര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുവാനും കൃപയിൽ വളരുവാനും നമ്മളെ നിരന്തരം പ്രചോദിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഉടമ്പടി നമ്മോടൊപ്പം ഒരമ്മ കൂടെയുണ്ട്. ജീവിതത്തിൻ്റെ ഏതൊരു ഘട്ടത്തിലും ഏതൊരു വിഷയത്തിലും നാം മുന്നേറുമ്പോൾ കൂടെ കരുതലായി, ശക്തിയായി ഒരമ്മ കൂടെയുണ്ട്. ആ അമ്മ വിളിച്ചാൽ ഈശോ ജീവിതത്തിൽ ഇടപെടുകയും യേശുവിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും എന്നൊരു വലിയ ധൈര്യം നമുക്ക് ഓരോരുത്തർക്കും കൈമാറുന്നുണ്ട്. അതാണ് ഉടമ്പടിയുടെ പ്രത്യേകത. നമുക്കൊപ്പം, ഒരുപക്ഷെ നമുക്ക് മുൻപേ അമ്മ മാതാവ് നമുക്ക് വേണ്ടതൊക്കെ ക്രമീകരിച്ച് നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്നു, സൗഖ്യമുള്ളതാക്കുന്നു, സന്തോഷമുള്ളതാക്കുന്നു. ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച ഓരോ അനുഗ്രഹങ്ങൾക്കും അനുഭവങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.